ക്ഷേത്രങ്ങളിൽ പോകുന്ന ഏവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വിഗ്രഹത്തിന്റെ മുകൾ ഭാഗത്ത് കണ്ണുകൾ തുറിച്ച് നാവ് നീട്ടിയിരിക്കുന്ന ഒരു രാക്ഷസ മുഖം. ഇതേ മുഖം തന്നെ ചില വീടുകളുടെയും വലിയ കൊട്ടാരങ്ങളുടെയും ഒക്കെ മുൻഭാഗത്തായി കാണാവുന്നതാണ്. കൃതിമുഖൻ എന്നാണ് ഈ വിചിത്ര രൂപിയുടെ പേര്. കീർത്തിമുഖൻ എന്നും പറയപ്പെടുന്നു. ക്ഷേത്രങ്ങളിൽ ദേവനു മുകളിലായി സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ പൈശാചിക മുഖത്തിന്റെ ഉൽപ്പത്തി പുരാണങ്ങൾ പറയുന്നത് ഈ വിധം. പരമശിവന്റെ കോപാഗ്നിയിൽ നിന്നും പിറന്ന ജലന്ധരനത്രേ കൃതിമുഖന്റെ പിറവിക്ക് കാരണക്കാരനായത്. അതിശക്തനായ അസുരനായിരുന്നു ജലന്ധരൻ. സർവ്വലോകങ്ങളിലും ആധിപത്യം സ്ഥാപിച്ച് വിജയതേരോട്ടം തുടരുമ്പോൾ ഈ ബ്രഹ്മാണ്ഡത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുകയാണ് ജലന്ധരന്. ആ സ്ത്രീ പാർവതീദേവിയായിരുന്നു. തുടർ വിജയങ്ങളുടെ ബലത്തിൽ വകതിരിവ് നഷ്ടപ്പെട്ട് അഹങ്കാരത്തിന്റെ ഉച്ചസ്ഥായിയിൽ അന്ധനായി നിന്നിരുന്ന അയാൾ പാർവതിയെ വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പരമശിവന് സമീപത്തേക്ക് ദൂതനെ അയക്കുന്നു. രാഹുവാണ് അയാളുടെ ദൂതുമായി പോയത്. കോപത്താൽ ജ്വലിച്ച മഹാദേവന്റെ മൂന്നാം കണ്ണിൽ നിന്നും ഭീകരമായ ഒരു രാക്ഷസരൂപം പുറത്തേക്ക് ചാടി. രാഹുവിനെ ഭക്ഷിക്കുവാനാണ് പരമേശ്വരൻ അതിനോട് ആവശ്യപ്പെട്ടത്. തന്റെ ജീവൻ രക്ഷിക്കാനായി ഓട്ടം തുടങ്ങിയ രാഹു അവസാനം മഹാദേവന്റെ കാൽക്കൽ തന്നെ ശരണം പ്രാപിച്ചു. ഭഗവാൻ രാഹുവിനോട് തൽക്കാലം ക്ഷമിച്ചുവെങ്കിലും അനിയന്ത്രിതമായ വിശപ്പുമായി നിൽക്കുന്ന ആ രാക്ഷസരൂപി ലോകത്തിന് തന്നെ വിനാശകാരിയായി മാറുമെന്ന അവസ്ഥയിലായി. ആ സമയം മഹാദേവൻ അതിനോട് അതിന്റെ സ്വന്തം ശരീരം തന്നെ ഭക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരു ശങ്കയ്ക്ക് പോലും ഇടയില്ലാതെ യജമാനന്റെ ആജ്ഞ അനുസരിച്ചു ആ രാക്ഷസൻ. തന്റെ കാൽപാദം മുതൽ ഭക്ഷിക്കുവാൻ ആരംഭിച്ച് കഴുത്തോളം വരെ അത് തിന്നു തീർത്തു. മുഖം മാത്രം അവശേഷിച്ചു. എന്നിട്ടും വിശപ്പ് മാറുന്നില്ല അതിന്. ഇനിയും വിശപ്പ് മാറിയില്ല എങ്കിൽ ഭൂമിയിലെ മനുഷ്യരുടെ പാപങ്ങൾ ഭക്ഷിച്ച് ഭൂമിയെ പരിശുദ്ധമാക്കുവാൻ പരമശിവൻ അതിന് അനുവാദവും നൽകുന്നു. കൃതിമുഖൻ എന്ന പേരിൽ ദേവനു മുകളിൽ സ്ഥാനം നൽകി ആശീർവദിക്കുന്നു മഹാദേവൻ. ക്ഷേത്രങ്ങളിൽ ദേവന്റെ സംരക്ഷണാർത്ഥമാണ് കൃതിമുഖനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ദൃഷ്ടിദോഷങ്ങൾ അകറ്റുവാനും ഭൂതപ്രേത പിശാചുക്കളിൽ നിന്നുള്ള രക്ഷാമാർഗമായും ഈ മുഖം ക്ഷേത്രങ്ങളിലും വീടുകളിലും കൊട്ടാരങ്ങളിലുമൊക്കെ സ്ഥാപിച്ചു വരുന്നു.